നിങ്ങളിപ്പോൾ ഈ വാക്കുകൾ കേൾക്കുകയാണ്. എവിടെയായിരുന്നാലും എന്ത് ചെയ്യുകയായിരുന്നാലും ഒരു നിമിഷം എല്ലാം മാറ്റിവെക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം ഒന്ന് നിശബ്ദമാകട്ടെ. നിങ്ങളുടെ മനസ്സിലെ 1000 ചിന്തകൾ ഒന്ന് ശാന്തമാകട്ടെ. ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടി മാത്രമാണ്. ഒരുപക്ഷെ ഇപ്പോൾ രാവിലെയാണ്, ജോലിക്കൊരുങ്ങുന്ന നേരം, അടുക്കളയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയം, കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഒഴിഞ്ഞ വീട്ടിൽ തിരിച്ചു വന്ന നേരം, ഒരുപക്ഷെ ഉച്ചയ്ക്ക് ജോലിയുടെ ഇടയിൽ ഒരു ചെറിയ ഇടവേള എടുക്കുന്ന സമയമാണ്. ക്ഷീണിച്ച ശരീരവും ഭാരമുള്ള മനസ്സുമായി ഒരു മൂലയിലിരിക്കുന്ന നേരം, ഒരുപക്ഷെ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്ന യാത്രയിലാണ്. ബസ്സിലോ ട്രെയിനിലോ ഒരു ജനാലക്കരികിൽ ചാരിയിരിക്കുന്ന നേരം, ഒരുപക്ഷെ രാത്രി ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നേരം, ആശുപത്രിയിലെ കാത്തിരിപ്പ് മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയം, ഒരു ടെസ്റ്റ് റിസൾട്ട് കാത്ത് നെഞ്ചിടിപ്പോടെ ഇരിക്കുന്ന നേരം. ഏതു നേരമാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും ദൈവം നിങ്ങളെ ഈ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നു. ഇത് യാദൃശ്ചികമല്ല, ഇത് ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് നിങ്ങളിവിടെ എത്തി. പതുക്കെ ഒന്ന് ശ്വാസമെടുക്കൂ. ആഴമായി, പതുക്കെ, സ്വസ്ഥമായി. ആ ശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ നിമിഷം ദൈവം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. പക്ഷേ ഇന്നൊരു സത്യം നിങ്ങൾ അറിയണം. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിലിറങ്ങണം. നിങ്ങളുടെ ഓരോ കണ്ണുനീർ തുള്ളിയും ദൈവം കാണുന്നു. ഓരോ തുള്ളിയും അവൻ അറിയുന്നു. ഓരോ തുള്ളിയും അവൻ ശേഖരിക്കുന്നു. ഒന്നും വെറുതെ നിലത്ത് വീഴുന്നില്ല. ഒന്നും നഷ്ടമാകുന്നില്ല. ഈ പ്രാർത്ഥന ഒരു പ്രസംഗമല്ല, ഒരു ഉപദേശവുമല്ല, ഒരു ക്ലാസ്സുമല്ല. ഇത് ദൈവത്തിൻ്റെ കൈകൾ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നിമിഷമാണ്. ഒരു അമ്മ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നത് പോലെ ദൈവം ഇപ്പോൾ നിങ്ങളെ മാറോട് ചേർക്കുന്നു. അതുകൊണ്ട് ശ്വാസം വിടൂ, ഭാരമിറക്കൂ, ദൈവത്തിൻ്റെ ചൂട് അനുഭവിക്കൂ. നിങ്ങൾക്കിന്ന് എന്താണ് ഭാരമെന്ന് ഞാൻ അറിയില്ല, പക്ഷേ ദൈവം അറിയുന്നു. ദൈവം കാണുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ മുറിവും അറിയുന്നു. ഒരുപക്ഷെ ഒരു പ്രാർത്ഥന ഉത്തരം കിട്ടാതെ മാസങ്ങളായി, വർഷങ്ങളായി കിടക്കുന്നുണ്ടാകാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആകാശം മൗനമാണ്. ദൈവം കേൾക്കുന്നുണ്ടോ എന്ന സംശയം ഹൃദയത്തിൽ ഇരുട്ടുപോലെ പടരുന്നു. ദൈവം എന്നെ മറന്നോ എന്ന ചിന്ത ചിലപ്പോൾ വരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യം ഉള്ളിൽ മുഴങ്ങുന്നു. ഒരുപക്ഷെ ഒരു ബന്ധം തകർന്നിരിക്കുന്നു. വിശ്വസിച്ച ഒരാൾ വഞ്ചിച്ചു. സ്നേഹിച്ച ഒരാൾ ഉപേക്ഷിച്ചു. കൂടെ നിൽക്കുമെന്ന് വാക്ക് തന്ന ഒരാൾ ഒരു ദിവസം ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. ആ വേദന വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ആ വഞ്ചന ഒരു കത്തി പോലെ ഹൃദയത്തിൽ തറച്ചിരിക്കും. ആരും വിളിക്കുന്നില്ല, ആരും ചോദിക്കുന്നില്ല. എനിക്ക് ആരുമില്ല എന്ന തോന്നൽ ഒരു കല്ല് പോലെ നെഞ്ചിലിരിക്കുന്നു. ചുറ്റും ആളുകളുണ്ട്, പക്ഷെ ആരും ശരിക്കും അറിയുന്നില്ല. ആ ഒറ്റപ്പെടൽ ജനക്കൂട്ടത്തിൻ്റെ നടുവിലും നിങ്ങളെ പിന്തുടരുന്നു. ഈ വേദനകൾ ഞാൻ ചെറുതാക്കുന്നില്ല. നിങ്ങളുടെ കണ്ണുനീർ ന്യായമാണ്. നിങ്ങളുടെ വേദന യഥാർത്ഥമാണ്. നിങ്ങളുടെ ക്ഷീണം മനസ്സിലാകുന്നതാണ്. നിങ്ങൾ ദുർബലരാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. വിശ്വാസം കുറഞ്ഞവരാണ് എന്നുമല്ല. നിങ്ങൾ വേദനിക്കുന്ന, സ്നേഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, കരയുന്ന മനുഷ്യരാണ്. അത് തെറ്റല്ല, അത് മനുഷ്യത്വമാണ്. പക്ഷേ ഈ വേദനയുടെ നടുവിൽ ഒരു സത്യം മാറ്റമില്ലാതെ നിൽക്കുന്നു. ഈ സത്യം മലകളേക്കാൾ ഉറപ്പുള്ളതാണ്, കടലിനേക്കാൾ ആഴമുള്ളതാണ്, ആകാശത്തേക്കാൾ വിശാലമാണ്. ആ സത്യം ഇതാണ്: ദൈവം നിങ്ങളുടെ കണ്ണുനീർ കാണുന്നു. അവൻ മൗനമല്ല, അവൻ ദൂരത്തല്ല, അവൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. നിങ്ങൾ കരയുമ്പോൾ അവൻ നിങ്ങളോടൊപ്പം ഇരിക്കുന്നു. നിങ്ങൾ തളരുമ്പോൾ അവൻ നിങ്ങളെ താങ്ങുന്നു. നിങ്ങൾ വീഴുമ്പോൾ അവൻ നിങ്ങളെ പിടിക്കുന്നു. ഇപ്പോൾ ഈ സത്യം ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിലിരുത്തു. ദൈവം നിങ്ങളുടെ കണ്ണുനീർ കാണുന്നു എന്ന് മാത്രമല്ല, അവൻ ഓരോ തുള്ളിയും ശേഖരിക്കുന്നു. നിങ്ങൾ കരയുമ്പോൾ ആ കണ്ണുനീർ നിലത്ത് വീണ് ഇല്ലാതാകുന്നു എന്ന് നിങ്ങൾ കരുതുന്നു. ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. ആ കണ്ണുനീർ വെറുതെ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ദൈവം ഓരോ തുള്ളിയും പിടിച്ചെടുക്കുന്നു. 18-ാം വാക്യം ഈ സത്യം ഉറപ്പിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവം എവിടെയാണ് ഏറ്റവും അടുത്ത് വരുന്നത് എന്ന് ഈ വാക്യം പറയുന്നു. ഹൃദയം നുറുങ്ങിയവരുടെ അടുത്ത്.
മനസ്സ് തകർന്നവരുടെ അടുത്ത്, കണ്ണുനീർ വറ്റാത്തവരുടെ അടുത്ത്. നിങ്ങൾ ഏറ്റവും തകർന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവം നിങ്ങളോട് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇപ്പോൾ ദൈവവചനം കേൾക്കൂ. ദൈവം നേരിട്ട് നിങ്ങളോട് പറയുന്നത് പോലെ കേൾക്കൂ. സങ്കീർത്തനം 56, 8 വാക്യം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അവ നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലയോ? ഈ വാക്കുകൾ ഒന്നുകൂടി പതുക്കെ വായിക്കാം. എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ദൈവത്തിനൊരു തുരുത്തിയുണ്ട്, ഒരു ബിന്ദു, ഒരു കുപ്പി. അതിൽ നിങ്ങളുടെ കണ്ണുനീർ ശേഖരിച്ചു വയ്ക്കുന്നു. ഈ ലോകത്തിൽ ആരും നിങ്ങളുടെ കണ്ണുനീർ ശേഖരിക്കുന്നില്ല, ആരും എണ്ണുന്നില്ല, ആരും ഓർക്കുന്നില്ല. പക്ഷേ ദൈവം ഓരോ തുള്ളിയും എടുത്ത് തൻ്റെ തുരുത്തിയിൽ വയ്ക്കുന്നു. ഓരോ കണ്ണുനീരും തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു. ഒന്നും വ്യർത്ഥമല്ല, ഒന്നും നഷ്ടമല്ല. ഈ വാക്യം ദാവീദ് എഴുതിയതാണ്. ദാവീദ് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. രാജാവ് അവനെ കൊല്ലാൻ തേടുന്നു. ഫെലിസ്ത്യർ അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം ആളുകൾ അവനെ ഉപേക്ഷിച്ചു. ഇരുട്ടിൽ ഒറ്റയ്ക്ക്, ഭയത്തോടെ, ക്ഷീണത്തോടെ ആ ഗുഹയിലിരുന്ന് ദാവീദ് ഈ വരികൾ എഴുതി. മനുഷ്യർ ഹന്നയെ വിധിച്ചു, പക്ഷെ ദൈവം ഹന്നയുടെ കണ്ണുനീർ കണ്ടു. അവളുടെ ഹൃദയത്തിൻ്റെ നിലവിളി കേട്ടു. അവളുടെ നിശബ്ദ പ്രാർത്ഥന മനസ്സിലാക്കി. ദൈവം ഹന്നയ്ക്ക് ഉത്തരം നൽകി. ശമൂവേൽ ജനിച്ചു, ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാൾ. ഹന്നയുടെ കണ്ണുനീർ വ്യർത്ഥമായില്ല, അത് ഉത്തരമായി മാറി. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്നു. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞിരുന്നു. മറിയ യേശുവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. യേശു മറിയയെ കണ്ടു, അവളോടൊപ്പം വന്നവരെ കണ്ടു. എല്ലാവരും കരയുന്നത് കണ്ടു. വേദപുസ്തകം പറയുന്നു, യേശു കരഞ്ഞു. ഇത് വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യമാണ്, പക്ഷേ ഏറ്റവും ആഴമുള്ള വാക്യമാണ്. ദൈവത്തിൻ്റെ പുത്രൻ, സ്വർഗത്തിൻ്റെ രാജാവ്, സർവശക്തൻ, അവൻ കരഞ്ഞു. കാരണം അവൻ കണ്ണുനീർ മനസ്സിലാക്കുന്നു. അവൻ വേദന അറിയുന്നു. അവൻ മനുഷ്യഹൃദയത്തിൻ്റെ ആഴം തൊടുന്നു. നിങ്ങളുടെ കണ്ണുനീർ യേശുവിന് അപരിചിതമല്ല. അവൻ തന്നെ കരഞ്ഞിട്ടുണ്ട്. അവൻ തന്നെ വേദനിച്ചിട്ടുണ്ട്. അവൻ തന്നെ നിലവിളിച്ചിട്ടുണ്ട്. ഗെത്സമന തോട്ടത്തിൽ യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കുരിശിൻ്റെ ഭാരം അവൻ്റെ ഹൃദയത്തിലിരുന്നു. ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ഭാരം അവൻ്റെ ചുമലിൽ വന്നു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. ആ രാത്രിയിൽ യേശു ഒറ്റയ്ക്കായിരുന്നു. ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. ആരും കൂടെ ഉണർന്നു. മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണ്. ഒരു അച്ഛൻ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാകാം. അവൻ പുറമേ ശക്തനാണ്, ആരുടെ മുമ്പിലും കരയുന്നില്ല, എല്ലാം ശരിയാണ് എന്ന ഭാവത്തിൽ നടക്കുന്നു. പക്ഷേ രാത്രി ഒറ്റയ്ക്കാകുമ്പോൾ ഈ കുടുംബത്തെ ഞാൻ എങ്ങനെ നോക്കും? ഈ മാസം എങ്ങനെ തള്ളി നീക്കും? മക്കളുടെ പഠിപ്പിന് എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന ഭാരം അവൻ്റെ നെഞ്ചിൽ ഒരു മല പോലെ ഇരിക്കുന്നു. ഒരച്ഛൻ്റെ കണ്ണുനീർ ലോകം കാണുന്നില്ല. കാരണം അവൻ കരയുന്നത് ആരുമില്ലാത്ത നേരത്താണ്, ഇരുട്ടിൽ ഒറ്റയ്ക്കാണ്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നുണ്ടാകാം. ഒരു ഭർത്താവ് ഭാര്യയുടെ വേദന കണ്ട് നിസ്സഹായനായി നിൽക്കുന്നുണ്ടാകാം. ഒരു മകൻ അമ്മയുടെ വാർദ്ധക്യം കണ്ട് ഉള്ളിൽ ആശങ്കപ്പെടുന്നുണ്ടാകാം. ഒരു മകൾ അച്ഛൻ്റെ ക്ഷീണം കണ്ട് രഹസ്യമായി കരയുന്നുണ്ടാകാം. കുടുംബത്തിൻ്റെ കണ്ണുനീർ ഏറ്റവും ആഴമുള്ളതാണ്. കാരണം അത് പ്രിയപ്പെട്ടവരുടെ വേദന കണ്ടിട്ടുള്ള കണ്ണുനീരാണ്. സ്വന്തം വേദന സഹിക്കാം, പക്ഷേ പ്രിയപ്പെട്ടവർ വേദനിക്കുന്നത് കാണാൻ ഹൃദയത്തിന് കഴിയില്ല. ദൈവമേ, ഈ കുടുംബങ്ങളുടെ കണ്ണുനീർ നീ കാണുന്നുണ്ടല്ലോ. ഓരോ വീട്ടിലെയും നിശബ്ദ യുദ്ധം നീ അറിയുന്നുണ്ടല്ലോ. ഓരോ അമ്മയുടെയും ഓരോ അച്ഛൻ്റെയും പറയാത്ത പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടല്ലോ. ഓരോ ഭാര്യയുടെയും ഓരോ ഭർത്താവിൻ്റെയും ഓരോ മകൻ്റെയും ഓരോ മകളുടെയും ഹൃദയത്തിൻ്റെ ഭാരം നീ തൊടുന്നുണ്ടല്ലോ. യേശു ഇന്ന് ഓരോ കുടുംബത്തോടും പറയുന്നു, നിങ്ങളുടെ കണ്ണുനീർ ഞാൻ കാണുന്നു. പക്ഷെ ദൈവം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ദൈവം പറയുന്നു, കരയൂ, ഞാൻ കൂടെയുണ്ട്. നിന്റെ വേദന ചെറുതല്ല, നിന്റെ കണ്ണുനീർ വ്യർത്ഥമല്ല. ഓരോ തുള്ളിയും എൻ്റെ തുരുത്തിയിൽ സൂക്ഷിക്കുന്നു. സങ്കീർത്തനം 56, 8 വാക്യം. ഈ പ്രാർത്ഥനയിൽ 2 തവണ മുഴങ്ങുന്നു, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ആദ്യം ഈ വാക്യം ദാവീദിൻ്റെ ഗുഹയിൽ മുഴങ്ങി, ഇരുട്ടിൽ, ഭയത്തിൽ, ഏകാന്തതയിൽ. ഇപ്പോൾ ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ മുഴങ്ങുന്നു. നിങ്ങളുടെ ഇരുട്ടിൽ, നിങ്ങളുടെ ഭയത്തിൽ,
നിങ്ങളുടെ ഏകാന്തതയിൽ. നിങ്ങളിപ്പോൾ ഒരു ഗുഹയിലായിരിക്കാം, ഇരുട്ടിൽ, ഒറ്റയ്ക്ക്, പുറത്ത് കടക്കാൻ വഴി കാണാതെ. പക്ഷേ ദാവീദിൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ദാവീദ് ആ ഗുഹയിൽ എന്നേക്കും ഇരുന്നില്ല. ദൈവം അവനെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവന്നു, ഇസ്രായേലിൻ്റെ രാജാവാക്കി. നിങ്ങളുടെ ഗുഹയും എന്നേക്കും ഗുഹയല്ല. ഒരു ദിവസം ദൈവം വാതിൽ തുറക്കും, വെളിച്ചമകത്ത് വരും, നിങ്ങൾ പുറത്തെത്ത് കിടക്കും. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിപ്പോൾ കാണുന്നില്ല. പക്ഷെ മണ്ണിനടിയിൽ ഒരു വിത്ത് പൊട്ടി വേരുകൾ ഇറങ്ങുന്നത് പോലെ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മണ്ണിൽ ദൈവം ഒരു വൃക്ഷം വളർത്തുന്നു. ഇപ്പോൾ മണ്ണിന് മുകളിൽ ഒന്നും കാണാൻ കഴിയില്ല. പക്ഷെ മണ്ണിനടിയിൽ പണിനടിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. ഒരു ദിവസം ആ വിത്ത് മണ്ണ് പൊളിച്ച് പുറത്തു വരും, ഒരു വൃക്ഷമായി വളരും, നിഴൽ നൽകും, ഫലം നൽകും. നിങ്ങളുടെ കണ്ണുനീർ വ്യർത്ഥമല്ല, അത് വിത്താണ്. ചിലപ്പോൾ ഭയം ഒരു പ്രത്യേക ചോദ്യമായി രാത്രിയിൽ വരുന്നു. എന്തെങ്കിലും സംഭവിച്ചാലോ, ഒരു അപകടമുണ്ടായാലോ, ഈ രോഗം മാറിയില്ലെങ്കിലോ, ഈ ജോലി നഷ്ടമായാലോ, ഞാനില്ലാതായാൽ എൻ്റെ കുടുംബം എന്തു ചെയ്യും? ഈ എങ്കിലോ എന്ന വാക്ക് ഒരു ഇരുട്ടാണ്. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴേ വേദനിക്കുന്നു. ഇതുവരെ വരാത്ത നാളെയെക്കുറിച്ച് ഇന്ന് കരയുന്നു. പക്ഷേ ദൈവം ഇന്നത്തെ മാത്രം ദൈവമല്ല. അവൻ ഇന്നലത്തെയും ഇന്നത്തെയും നാളെയുടെയും ദൈവമാണ്. നിങ്ങൾ കാണാത്ത നാളെ അവൻ ഇപ്പോഴേ കാണുന്നു. നിങ്ങൾ ഭയപ്പെടുന്ന ആ നാളെയിൽ ദൈവം ഇപ്പോഴേ എത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്ന ആ ഇടത്തിൽ ദൈവം ഇപ്പോഴേ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ തയ്യാറായി. ഈ ലോകത്തിൻ്റെ ശബ്ദം ഉച്ചത്തിൽ സംസാരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം പതുക്കെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നു. ഞാൻ കൂടെയുണ്ട്. നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നുണ്ട്. നിന്റെ നാളെ എൻ്റെ കയ്യിലാണ്. യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ ധൈര്യമായിരിക്കൂ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ചുറ്റും കൊടുങ്കാറ്റുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സമാധാനമുണ്ടാകാം. ലോകം നൽകിയ സമാധാനമല്ല, ലോകത്തിന് ഒരിക്കലും എടുക്കാൻ കഴിയാത്ത സമാധാനം. ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ നിങ്ങളുടെ സ്വന്തം പ്രാർത്ഥനയാക്കൂ. ഹൃദയം കൊണ്ട് ദൈവത്തോട് പറയൂ, കർത്താവായ യേശുവേ, ഞാനിന്ന് നിൻ്റെ ദൈവമേ, നിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നീ എന്നെ പുതുക്കണമേ. നീ എന്നെ ശക്തീകരിക്കണമേ. നീ എന്നെ നിൻ്റെ കൈകളിലെടുത്ത് ചേർത്ത് പിടിക്കണമേ. ഒരു കുഞ്ഞിനെ അമ്മ എടുക്കുന്നത് പോലെ ഇന്ന് നീ എന്നെ എടുക്കണമേ. യേശുവേ, എൻ്റെ ജോലിയെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ കൈകളുടെ പ്രവൃത്തിയിൽ ഫലം കാണിക്കണമേ. എൻ്റെ അധ്വാനം വ്യർത്ഥമാകാതെ കാക്കണമേ. ജോലി ചെയ്യാൻ ശക്തി തരണമേ. ജോലിയിൽ ജ്ഞാനം തരണമേ. ജോലിസ്ഥലത്ത് നിൻ്റെ കൈ എന്നെ നയിക്കണമേ. യേശുവേ, എൻ്റെ ആരോഗ്യത്തെ നീ സംരക്ഷിക്കണമേ. രോഗം എന്നെ തൊടാതെ കാക്കണമേ. വേദന എന്നിൽ നിന്ന് അകന്നു പോകണമേ. ശരീരത്തിന് ശക്തിയും മനസ്സിന് ഉണർവും ആത്മാവിന് പുതുക്കവും നൽകണമേ. ഇപ്പോൾ ഏതെങ്കിലും രോഗത്തോട് പോരാടുന്ന വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ സുഖപ്പെടുത്തണമേ. അവരുടെ ശരീരത്തിൽ നിൻ്റെ സൗഖ്യത്തിൻ്റെ കരം വയ്ക്കണമേ. യേശുവേ, എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നീ അറിയുന്നു. കടങ്ങൾ, ബില്ലുകൾ, ഭാരങ്ങൾ, ഇവ ഓരോന്നും നീ കാണുന്നുണ്ടല്ലോ. നിൻ്റെ കൃപയാൽ വഴി തുറക്കണമേ. ഞാൻ കാണാത്ത വഴികൾ നീ കാണിക്കണമേ. ഞാൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് സഹായം അയക്കണമേ. ഞാൻ ചിന്തിക്കാത്ത വിധത്തിൽ കരുതണമേ. യേശുവേ, എൻ്റെ മക്കളെ നീ കാക്കണമേ. അവരുടെ കാലടികൾ നീ നയിക്കണമേ. അവരുടെ ഹൃദയം നിന്നിലേക്ക് തിരിയണമേ. അവരുടെ ജീവിതം നിൻ്റെ പദ്ധതിയിലാകണമേ. ഈ ലോകത്തിൻ്റെ മോശം സ്വാധീനങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ. മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ അവരുടെ ഹൃദയത്തിൽ നിൻ്റെ സമാധാനം ഒരു നദി പോലെ ഒഴുക്കണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ആഴമുള്ള ഭാഗത്തേക്ക് വരുന്നു. യേശുവേ, ഞങ്ങൾ കാണാത്ത അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. ഞങ്ങളറിയാത്ത ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ കാണാത്ത കെണികളിൽ നിന്ന് ഞങ്ങളുടെ കാലുകൾ മാറ്റണമേ. ഞങ്ങളറിയാതെ അടുത്തു വരുന്ന ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കണമേ. നിൻ്റെ ചിറകുകളുടെ നിഴലിൽ ഞങ്ങളെ ഒളിപ്പിക്കണമേ. നിൻ്റെ കൈകൾ കൊണ്ട് ഞങ്ങളെ മൂടണമേ. നിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. യേശുവേ, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കാക്കണമേ. ഓരോ വണ്ടിയിലും, ഓരോ റോഡിലും, ഓരോ തിരിവിലും നിൻ്റെ സംരക്ഷണമുണ്ടാകണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ കാവൽ നിൽക്കണമേ. രാത്രിയുടെ ഇരുട്ടിൽ ഒരു ദോഷവും ഞങ്ങളെ തൊടാതെ കാക്കണമേ. ഞങ്ങൾ ഉണരുമ്പോൾ കൂടെ ഉണ്ടായിരിക്കണമേ. പുതിയ ദിവസത്തിൻ്റെ ആദ്യ ശ്വാസം മുതൽ
നിന്റെ കൃപ ഞങ്ങളെ മൂടണമേ. ഞങ്ങളുടെ വീടിന് ചുറ്റും നിന്റെ ദൂതന്മാരെ നിർത്തണമേ. ഞങ്ങളുടെ കുട്ടികൾ പോകുന്ന ഓരോ വഴിയിലും നിന്റെ കാവലുണ്ടാകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ദൂരെയാണെങ്കിലും നിന്റെ കൈ അവരുടെ മേലുണ്ടാകണമേ. യേശുവേ, ഞങ്ങൾ ആരോടും പറയാത്ത ഭയങ്ങളുണ്ട്. രാത്രിയുടെ നിശബ്ദതയിൽ മാത്രം ഉയരുന്ന ചിന്തകളുണ്ട്. ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ആശങ്കകളുണ്ട്. ഞാൻ ഇല്ലാതായാൽ എൻ്റെ മക്കളെ ആര് നോക്കും എന്ന ഭയം. ഈ രോഗം എന്നെ കൊണ്ടുപോകുമോ എന്ന ചിന്ത. ഈ ബുദ്ധിമുട്ട് എന്നെങ്കിലും മാറുമോ, അതോ ഞാൻ ഇതിൽ തന്നെ ആ നേരത്തൊരു കാര്യം ഓർക്കൂ. നിങ്ങളുടെ ചുണ്ടുകൾ ശബ്ദമുണ്ടാക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ ഹന്നയെപ്പോലെ ദൈവം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ തലയിണ നനയുമ്പോൾ ദൈവം ആ കണ്ണുനീർ തൻ്റെ തുരുത്തിയിൽ ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവമേ, ഇനി എനിക്ക് വയ്യ എന്ന് മനസ്സിൽ പറയുമ്പോൾ ദൈവം പറയുന്നു, നിനക്ക് വയ്യ എന്ന് നീ പറയുന്നിടത്ത് ഞാൻ തുടങ്ങുന്നു. നിന്റെ ബലഹീനത എൻ്റെ ശക്തിയുടെ തുടക്കമാണ്. നിന്റെ അവസാനം എൻ്റെ ആരംഭമാണ്. ഒരമ്മ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് ഉറക്കുന്നത് പോലെ ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ അടുത്തിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്നത് വരെ അവൻ കാവൽ നിൽക്കുന്നു. നിങ്ങൾ ഉറങ്ങിയ ശേഷവും അവൻ കാവൽ നിൽക്കുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അവൻ കാക്കുന്നു. നിങ്ങളുടെ ഓരോ നിമിഷവും അവൻ ചേർത്ത് പിടിക്കുന്നു. നിങ്ങളുടെ ഓരോ സ്വപ്നവും അവൻ അറിയുന്നു. ഇപ്പോൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കാം. ദൈവമേ, ഞാൻ ഇന്ന് എൻ്റെ മുഴുവൻ ജീവിതവും നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ഭയങ്ങൾ, എൻ്റെ ആശങ്കകൾ, എൻ്റെ കണ്ണുനീർ, എൻ്റെ ഇന്ന്, എൻ്റെ നാളെ, എൻ്റെ കുടുംബം, എൻ്റെ ആരോഗ്യം, എൻ്റെ ജോലി, എൻ്റെ സാമ്പത്തികം, എൻ്റെ ബന്ധങ്ങൾ, എല്ലാം ഒന്നൊഴിയാതെ എല്ലാം നിൻ്റെ കയ്യിൽ. ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് നിർത്തുന്നു. ഞാൻ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് നിർത്തുന്നു. ഞാൻ എല്ലാം ശരിയാക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് നിർത്തുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ വഴി എൻ്റെ വഴിയേക്കാൾ നല്ലതാണ്. ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ സമയം എൻ്റെ സമയത്തേക്കാൾ. ഇപ്പോൾ 3-ാം തവണ ഈ വാക്യം എഴുതുന്നത് നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ നിമിഷത്തിലാണ്. എല്ലാം ദൈവത്തിന് ഏൽപ്പിക്കുന്ന നിമിഷത്തിൽ. ദൈവം നിങ്ങളുടെ കണ്ണുനീർ ശേഖരിച്ചു. ഒന്നും മറന്നില്ല, ഒന്നും വ്യർത്ഥമായില്ല, ഒന്നും നഷ്ടമായില്ല. ഒരു ദിവസം ദൈവം ആ തുരുത്തി തുറക്കും. അന്ന് നിങ്ങളുടെ കണ്ണുനീർ മുഴുവൻ സന്തോഷമായി മാറും. വേദന മുഴുവൻ സാക്ഷ്യമായി മാറും. ഇരുട്ട് മുഴുവൻ വെളിച്ചമായി മാറും. വെളിപാട് 21:4 വാക്യം ഈ വാഗ്ദാനം നൽകുന്നു. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല. ദുഃഖവും മുറവിളിയും വേദനയും ഇനി ഉണ്ടാകയില്ല. ആ ദിവസം വരുന്നു. പക്ഷേ അന്ന് മാത്രമല്ല, ഇന്നും ദൈവം നിങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്നു. ഇന്നും അവൻ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇന്നും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ പ്രാർത്ഥന ഇപ്പോൾ അവസാനിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവസാനിക്കുന്നില്ല. ഈ വാക്കുകൾ നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ കൈ നിങ്ങളെ വിടുന്നില്ല. നിങ്ങൾ ഈ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടെങ്കിൽ, ദയവായി ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇന്ന് ഒറ്റയ്ക്ക് കരയുന്നുണ്ടാകാം. ഒരു സഹോദരൻ ആരോടും പറയാതെ വേദനിക്കുന്നുണ്ടാകാം. ഒരു സഹോദരി ഭാരം ചുമക്കുന്നുണ്ടാകാം. ഈ പ്രാർത്ഥന അവരുടെ ഹൃദയത്തിലേക്കും എത്തട്ടെ. അവരുടെ കണ്ണുനീരിലും ദൈവത്തിൻ്റെ സ്പർശമുണ്ടാകട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ്. അവരുടെ ജീവിതത്തിൽ നിന്റെ വാഗ്ദാനങ്ങൾ നിറവേറട്ടെ. അവരുടെ കണ്ണുനീർ ഒരു ദിവസം സന്തോഷത്തിൻ്റെ പാട്ടായി മാറട്ടെ. ഇന്നു മുതൽ നിങ്ങൾ കരയുമ്പോൾ ഒരു കാര്യം ഓർക്കൂ. നിങ്ങളുടെ കണ്ണുനീർ നിലത്ത് വീഴുന്നില്ല, ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നു. ഓരോ തുള്ളിയും അവൻ ശേഖരിക്കുന്നു. ഓരോ നെടുവീർപ്പും അവൻ കേൾക്കുന്നു. ഓരോ നിശബ്ദ പ്രാർത്ഥനയും അവൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഒരു നിമിഷം പോലും ഒറ്റയ്ക്കല്ല. യേശു കൂടെയുണ്ട്, ഇന്നും നാളെയും എന്നേക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ കാക്കട്ടെ. ദൈവം തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.